ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിൽ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികളെ സംബന്ധിച്ച് പറയാം. മനസ്സ്, ബുദ്ധി, സന്താനം, പൂർവപുണ്യം, അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന സുകൃതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ ഭാവത്തെ പ്രധാനമായും സന്താനഭാവം എന്നാണ് പറയപ്പെടുന്നത്. ജാതകന്റെ സന്താനങ്ങളെ സംബന്ധിച്ചും അവരുടെ ശ്രേയസ്, ഉയർച്ച എന്നിവ ഒക്കെയും 5-ാം ഭാവം കൊണ്ടും ഗ്രഹനിലയിലെ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും വ്യാഴത്തിന്റെ 5ഉം 9ഉം ഭാവങ്ങളുടെ ശുഭത്വങ്ങളും വിലയിരുത്തി ജാതകന്റെ സന്താനസ്ഥിതിയെ വിലയിരുത്തുന്നു. സ്ത്രീ ജാതകത്തിൽ സന്താനങ്ങളെ ചിന്തിക്കേണ്ടത് 9-ാം ഭാവം കൊണ്ടാണ്. സ്ത്രീയുടേതായാലും പുരുഷന്റേതായാലും സന്താനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 5ഉം 9ഉം ഭാവങ്ങളെ കൊണ്ടാണെങ്കിൽ കൂടുതൽ ഉത്തമം ആയിരിക്കും എന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നപുംസക ഗ്രഹങ്ങളായ ശനിയും ബുധനും പുത്രസ്ഥാനമായ 5-ാം ഭാവത്തിൽ നിൽക്കുന്നതും 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും പുത്രലാഭത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗ്രഹസ്ഥിതികളാണ്. ശനിയുടെ ക്ഷേത്രമായ മകരം രാശിയും ബുധന്റെ ക്ഷേത്രമായ കന്നി രാശിയും 5-ാം ഭാവം അഥവാ പുത്രസ്ഥാനം ആകുന്നതും സന്താന ലാഭത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രഹസ്ഥിതികളാണ്. 5-ാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിൽ പാപഗ്രഹവുമായി യോഗം ചെയ്ത് നിൽക്കുന്നതും സന്താന ലാഭത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ്. സന്താനഭാവത്തെ വിശകലനം ചെയ്യുമ്പോൾ ലഗ്നം, ചന്ദ്രൻ, വ്യാഴം ഇവ മൂന്നിന്റെയും 5-ാം ഭാവം കൊണ്ടാണ്. സ്ത്രീ ജാതകമാണെങ്കിൽ ഇവ മൂന്നിന്റെയും 9-ാം ഭാവം കൊണ്ടും വിശകലനം ചെയ്യണം. പുരുഷ ജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ, വ്യാഴം ഇവ മൂന്നിന്റെയും 5-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതിയോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഉണ്ടായിരുന്നാൽ ജാതകന് സന്താന ലാഭം ഉണ്ടാകും. സ്ത്രീ ജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ, വ്യാഴം ഇവ മൂന്നിന്റെയും 9-ാം ഭാവത്തിൽ ശുഭഗ്രഹമുണ്ടായാൽ സന്താന ലാഭം ഉണ്ടാകുന്നതാണ്. ലഗ്നത്തിന്റെയും ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും 5-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായിരിക്കുകയും ശുഭഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ട്യാദികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ജാതകന് സന്താന ലാഭം കുറവായിരിക്കും. സ്ത്രീ ജാതകത്തിൽ ഇത് 9-ാം ഭാവം കൊണ്ടാണ് പരിശോധിക്കേണ്ടത്. അടുത്തത് 5-ാം ഭാവാധിപൻ ദുസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ദുസ്ഥാനാധിപൻ 5-ാം ഭാവത്തിലും ബലക്ഷയത്തോടു കൂടിയും ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഇല്ലാതെയും നിന്നാലും ജാതകന് സന്താന ലാഭം തീരെ കുറവായിരിക്കും. സൂര്യൻ ലഗ്നഭാവത്തിലും ശനി 7-ാം ഭാവത്തിലും നിൽക്കുന്നത് ജാതകന്റെ ഭാര്യ പ്രസവിക്കാത്തവളായിരിക്കും എന്നതിൻ്റെ ഗ്രഹ സൂചനകളാണ്. സൂര്യനും ശനിയും 7-ാം ഭാവത്തിലും വ്യാഴത്തിന്റെ ദൃഷ്ടി ഇല്ലാത്ത ചന്ദ്രൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നതും ജാതകന്റെ ഭാര്യ പ്രസവിക്കാത്തവളായിരിക്കും എന്നതിൻ്റെ ഗ്രഹ സൂചനകളാണ്. 6-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിൽ സൂര്യനോടും ശനിയോടും യോഗം ചെയ്ത് നിന്നാലും ജാതകന്റെ ഭാര്യ പ്രസവിക്കുകയില്ല എന്നതിൻ്റെ ഗ്രഹ സൂചനകളാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ബുധൻ ദൃഷ്ടി ചെയ്താലും ജാതകന്റെ ഭാര്യ പ്രസവിക്കുകയില്ല എന്നതിൻ്റെ ഗ്രഹ സൂചനകൾ ആണ്. അടുത്തത് ബുധനും ശനിയും കൂടി
6-ാം ഭാവത്തിലോ 4-ാം ഭാവത്തിലോ സ്ഥിതി ചെയ്താലും ജാതകന്റെ ഭാര്യ പ്രസവിക്കുകയില്ല എന്നതിൻ്റെ ഗ്രഹസൂചനകൾ ആണ്. എന്നാൽ ചന്ദ്രൻ ശുക്രനോടോ ശനിയോടോ യോഗം ചെയ്ത് കർക്കിടകമോ മകരമോ 5-ാം ഭാവമായി അവിടെ സ്ഥിതി ഉണ്ടായാൽ ജാതകന് ഒരു സ്ത്രീ സന്താനം മാത്രം ഉണ്ടാകും എന്നതിൻ്റെ ഗ്രഹസൂചനയാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയും 5-ാം ഭാവാധിപൻ ശുഭബന്ധമൊന്നും ഇല്ലാതെയും ഇരുന്നാൽ ജാതകന് ഒരു പുത്രൻ മാത്രം ഉണ്ടാകും എന്നതിൻ്റെ ഗ്രഹസൂചനകളാണ്. 5-ാം ഭാവം പുരുഷ രാശികളാകുക, 5-ാം ഭാവാധിപൻ പുരുഷ ഗ്രഹമായി പുരുഷ രാശിയിൽ നിൽക്കുക, വ്യാഴവും ഓജ രാശിയിൽ നിൽക്കുക, ഇങ്ങനെ സ്ഥിതി വന്നാൽ ജാതകന് പുരുഷ സന്താനമായിരിക്കും അധികം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞവയെല്ലാം സ്ത്രീ രാശികൾ ആയിരിക്കുകയും 5-ാം ഭാവാധിപൻ സ്ത്രീ ഗ്രഹവും ആയിരുന്നാൽ ജാതകന് സ്ത്രീ സന്താനങ്ങൾ അധികം ഉണ്ടാകുന്നതാണ്. 5-ാം ഭാവം അഥവാ സന്താന ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവച്ച വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 96232894 എന്ന ഫോൺ നമ്പറോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.